ഇപ്പൊ നിൽക്കുന്നവരെ മുഴുവൻ വിശ്വസിപ്പിക്കണമെങ്കിൽ പറഞ്ഞുറപ്പിച്ച തുകയുടെ കൂടെ ഒരു 5 ലക്ഷം അത്രയും മതി. 5 ലക്ഷം? ശരി. വാക്കല്ലേ? വാക്ക്. പോ അവിടുന്ന്. പ്രിയങ്ക, പ്രിയങ്ക, ഓടല്ല ഓടല്ല. അവിടെ നിൽക്കാൻ. ഓടല്ലേ. കണ്ടുവരും. ഏയ്, ഇതെന്താ നിങ്ങളിവിടെ? നിങ്ങളെപ്പോഴാ വന്നേ? ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ മുത്തശ്ശി. എന്താ ഞങ്ങളെ വിളിക്കാതിരുന്നേ? ഒന്നുമില്ല, നിങ്ങൾ പോയി കഴിഞ്ഞപ്പോ അവിടെ ശൂന്യമായതുപോലെ തോന്നി. അച്ഛനും ചെറിയച്ഛനും ബിസിനസിന്റെ കാര്യത്തിന് ഇറങ്ങിയപ്പോ നിങ്ങളുടെ അടുത്തേക്ക് പോരാമെന്ന് ഞങ്ങളും തീരുമാനിച്ചു. എന്നാലും ഇത് വല്ലാതൊരു ഞെട്ടിക്കലായി പോയി അല്ലേ പ്രിയങ്ക? ഞങ്ങള് കൊറേ നേരമായിട്ട് അവിടെ നിക്ക. വരുണിന്റെ വിദേശ ജീവിതത്തെ കുറിച്ചൊക്കെ പറയായിരുന്നു. അധികം വൈകാതെ എന്നെ പൊക്കി അങ്ങോട്ട് പോകാനുള്ള ചിന്തയില. എന്നെ വിടണ്ട അമ്മേ, നമുക്ക് നമ്മുടെ കണിമംഗലം തന്നെ മതി അല്ലേ? അതെ മോളെ, അതാ നല്ലത്. ഇവൻ ഇനി എത്ര ആഗ്രഹിച്ചാലും നിങ്ങൾ രണ്ടുപേരെയും ഞങ്ങൾ വിടുന്ന പ്രശ്നമില്ല. നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടൊന്ന് പറഞ്ഞേ. എന്താ മുത്തശ്ശി? ഒന്നുമില്ലടാ മക്കളെ, വാ. ഇനി നിങ്ങൾക്ക് സംശയം വല്ലതും ഉണ്ടോ? ഇതിനേക്കാൾ നന്നായിട്ട് എങ്ങനെയാ ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കേണ്ടത്? അല്ല മുത്തശ്ശി, നീ ഇപ്പൊ സൂര്യയോട് നല്ലവണ്ണമാ പെരുമാറുന്നത്. അതുകൊണ്ടാ ഞാനിപ്പൊ ഇങ്ങനെ തണുത്ത് സംസാരിക്കുന്നത്. മനസ്സിലായോ? കുട്ടികളെ അവരുടെ വഴിക്ക് വിടും. ഏട്ടാ, എങ്ങനെയുണ്ട് യാത്ര? നല്ലതാടാ. നീ അമ്മയോട് ചോദിച്ചു നോക്ക് എന്റെ സന്തോഷം എത്രയാണെന്ന്. ഇവിടെ വന്നപ്പോ മുതല് കൽപ്പന ഇവനോട് നന്നായിട്ടാ പെരുമാറുന്നേ. ആഹാ, ആണോ? എന്നാ പിന്നെ ഏട്ടത്തിന്റെ ഈ മനമാറ്റം നമുക്കൊന്ന് ആഘോഷിച്ചേ പറ്റും. ഓക്കെ അല്ലേ? താങ്ക് യു ഏട്ടത്തി. എനിക്ക് മുഖത്ത് ചിരിയുള്ള ഒരു ഏട്ടനെ തിരിച്ചു തന്നേനെ. താങ്ക്സ് ഏട്ടത്തി. എന്നാലേ നമുക്കങ്ങ് തുടങ്ങാം. നമുക്കൊന്ന് അടിച്ച് പൊളിക്കാം. എന്നാ തുടങ്ങടാ. ഒരു ഡാൻസ് അങ്ങ് ആയിക്കോട്ടെ. ഓക്കെ, ആദ്യം ചേട്ടൻ തുടങ്ങി. ചേട്ടൻ തുടങ്ങിക്കോ. ഞാനിപ്പോ വരാം. 2 സ്റ്റെപ്പ് വെച്ചിട്ട് വരാം. കൈതപൂത്തതും കണ്ടോരുണ്ടോ, കാപഴുത്തതും കണ്ടോരുണ്ടോ, രണ്ടുമേയുള്ള പാടം കണ്ടോ കണ്ടോരുണ്ടോ, തോട്ടുമീനിനെ കണ്ടോരുണ്ടോ, കൊക്കുകൾ കൂട്ടിരിക്കാറുണ്ടോ, തൂക്കണം കൂട് കണ്ടോരുണ്ടോ കണ്ടോരുണ്ടോ.
വരുൺ അയ്യോ ഏട്ടാ വരുൺ ബിജു വാടാ വരുൺ വരുൺ രക്ഷിക്ക് വരുൺ വരുൺ ഏട്ടാ ഏട്ടാ വരുൺ രക്ഷിക്ക് ഏട്ടാ വരുൺ വരുൺ സൂര്യ അയ്യോ മോനെ ഏട്ടാ ഏട്ടാ വരുൺ ഏട്ടാ വരുൺ രക്ഷിക്ക് ഏട്ടാ ഏട്ടാ ഒന്നുമില്ല ഒന്നുമില്ല ഏട്ടാ കുഴപ്പമില്ല 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 സൂര്യ മോനെ സൂര്യ ഏട്ടാ അയ്യോ സൂര്യ നിനക്കൊന്നും പറ്റിയില്ലല്ലോടാ. എന്നെ അവരെ പുറകിന്ന് തള്ളിയതാ. തള്ളിയതോ? ആര്? പുറകിന്ന് തള്ളാന്? അതിന് അവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഞങ്ങളെല്ലാവരും ഏട്ടനെ കണ്ടോണ്ടിരുന്നതല്ലേ. ഞാൻ ഇവരുടെ കൂടെ നിൽക്കായിരുന്നെങ്കിലും എന്റെ നോട്ടം സൂര്യയിൽ തന്നെയായിരുന്നു. ഇവിടെ ആരും വന്നിട്ടില്ലല്ലോ. ഇനി വീൽ ചെയറിന് എന്തെങ്കിലും കംപ്ലൈന്റ് സംഭവിച്ചതാണോ? എന്തായാലും ദൈവം കാത്തു. ഒന്നുമില്ല. സൂര്യ നിനക്കൊന്നും പറ്റിയില്ലല്ലോടാ. ഇല്ലമ്മേ, ഇവൻ കൂടെ ഉള്ളപ്പോ എനിക്കൊന്നും സംഭവിക്കില്ല. ഇവനല്ലേ എന്റെ ബലം. ഇപ്പൊ നമുക്കൊരു സമാധാനത്തിന് കല്യാണം 14 മാസം കഴിഞ്ഞ് നടത്താം. അതല്ലെങ്കിൽ ജോത്സ്യൻ ഒരു മുഹൂർത്തം കൂടി പറഞ്ഞിട്ടുണ്ട്, നാളെ രാവിലെ. ആ മോളെ, മോളെ വന്നേ. മുത്തശ്ശി എവിടെയാ മോളെ? മുത്തശ്ശി അമ്പലത്തിലേക്ക് പോയി. കൂടെ വരുന്നില്ല എന്ന് മോള് പറഞ്ഞോണ്ടാ അച്ഛനും അമ്മയും പോയി ഡ്രസ്സൊക്കെ എടുത്തത്. ദേ, ഇത് മോക്ക് ഇഷ്ടപ്പെട്ടു നോക്കിയേ. കല്യാണ സാരിയാ. നിറം ഇഷ്ടപ്പെട്ടോ? ആ, ഇതെല്ലാം ഓരോന്നോരോന്നായി എടുത്തു നോക്കണം. ഏതെങ്കിലും ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് മാറ്റി വാങ്ങാം. അധികം നിന്ന് തൽക്കാലം ഇതൊക്കെ അച്ഛനെ കൊണ്ട് നടക്കും. കല്യാണം കഴിഞ്ഞു പോയാലും സമയമുണ്ടല്ലോ. കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി വരുമ്പോ അച്ഛൻ കൂടുതൽ എന്തെങ്കിലും മോൾക്ക് എടുത്തു തരാം കേട്ടോ. പരാതി ഉണ്ടോ എന്റെ കുട്ടിക്ക്? ഇല്ല അച്ഛാ, ഒരു പരാതിയില്ല, ആരോടും ഇല്ല. പിന്നെ എന്താ മുഖത്തൊരു സന്തോഷമില്ലാത്തത്?
പ്രിയങ്കയും കണിമംഗലത്തുകാരൊക്കെ നാളെ എത്തില്ല എന്നുള്ള വിഷമാണോ? എന്നാ വിഷമിക്കണ്ട. എന്റെ കുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടുന്ന സമയത്ത് അവരൊക്കെ അവിടെ ഉണ്ടാവും. അതൊക്കെ ദൈവം എത്തിച്ചോളും. ആ ദേ ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കൂ കുട്ടി. വേണ്ടമ്മേ, എല്ലാം എനിക്കിഷ്ടായി. ആ ജീവയുടെ കാര്യങ്ങള് വീണ്ടും വീണ്ടും അച്ഛൻ ഓരോരുത്തരുടെ ചോദിക്കണ്ടേ. ആരും മോശം അഭിപ്രായം അയാളെ കുറിച്ച് പറഞ്ഞില്ല. ഇക്കാലത്ത് അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് എല്ലാവരും ഒന്നുപോലെ പറയുന്നതിലും അല്പം അത്ഭുതമുണ്ട്. എല്ലാം എൻ്റെ കുട്ടിയുടെ ഭാഗ്യ. അച്ഛനും അമ്മയും ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം മോക്ക് കിട്ടും. നാളെ കാലത്ത് കല്യാണത്തിന് ഒരുങ്ങേണ്ട കുട്ടിയാണ്. ഒന്ന് ചിരിച്ചും കളിച്ചും ഇവിടെ നടക്കുകയായിരുന്നെങ്കിൽ അച്ഛന് വലിയ സന്തോഷമായേനെ. അച്ഛനും അമ്മയും എന്നെ വല്ലാണ്ട് സ്നേഹിച്ചിട്ടുണ്ട്. എല്ലാ കടമകളും ചെയ്തിട്ടുണ്ട്. എന്റെ മനസ്സിൽ സന്തോഷമില്ലാതിരിക്കോ? മോൾ ഇതൊക്കെ കൊണ്ട് അകത്ത് വെച്ചേ. എന്ത് ചെയ്തിട്ടും അവളുടെ മുഖം തെളിയുന്നില്ലല്ലോ ശോഭ. നമ്മളെ വിട്ടുപോകാനുള്ള വിഷമം കൊണ്ടാവും. ഒരു പറിച്ച നടിയിൽ പ്രിയങ്കയ്ക്ക് എളുപ്പമായിരിക്കും. ഇവൾക്ക് അങ്ങനെയല്ലല്ലോ. അവളോട് ഞാൻ പറഞ്ഞത് താൻ കേട്ടല്ലോ. എന്തെങ്കിലും ഒരു നല്ല അവസ്ഥ വന്ന മോൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം. അതിപ്പോ ഞാൻ ഉണ്ടായാലും ഇല്ലെങ്കിലും. ഒന്ന് നിർത്തോ? എന്തിനാ ഇങ്ങനെ അരുതാത്തത് പറയുന്നത്? ഒരാൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ശ്ശോ, നാളെ ഇതൊന്ന് ഭംഗിയായിട്ട് നടന്നാ മതിയായിരുന്നു. രാധയെ എന്നെ വിളിച്ചില്ല. ഒരുപക്ഷെ അവൾ എൻ്റെ കോള് പ്രതീക്ഷിക്കുന്നുണ്ടാവും. വരുൺ, എന്താ?
അപ്പൊ എങ്ങനെയാ നമ്മള് ഇവിടെ വെച്ച് തന്നെ പിരിയല്ലേ? തിരിച്ച് കണിമംഗലത്തേക്ക് തന്നെ വരാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ ഇവിടുന്ന് തന്നെ പോയിക്കോളാം. അതെങ്ങനെ വേണമെന്ന് വരുൺ തീരുമാനിച്ചു. ഇവിടെ വെച്ച് ഞാൻ എന്റെ പൂർവ്വകാമുകനെ കണ്ടെന്നോ അയാളുമായിട്ട് ഒളിച്ചോടിയെന്നോ വരുണ് പിടിച്ചു നിൽക്കണ്ടേ? എന്നിട്ട് തിരിച്ചു ചെന്ന് മനസ്സിൽ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുമായിട്ട് സുഖമായിട്ട് ജീവിച്ചു. വരുണിന്റെ ബാങ്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ ഫോണിലൂടെ അല്ലേ ചെയ്യുന്നേ? ആ കുറെയൊക്കെ. എങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഇന്ന് ക്ലോസ് ചെയ്യാം. എനിക്കുള്ള പണം ഇപ്പൊ തന്നെ ട്രാൻസ്ഫർ ചെയ്തേക്ക്. അതെ, ഒരു കാര്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ എന്ത് വേണമെന്നാ പറയുന്നേ? ഞാൻ കണിമംഗലത്തേക്ക് വീണ്ടും തിരിച്ചു വരണോ? അവിടെ എല്ലാവരുടെ മുന്നിൽ നിങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും തല കുടിച്ച് നിൽക്കണോ? എനിക്കത് പറ്റില്ല. എപ്പോഴും പറയുമല്ലോ അഭിനയത്തിന്റെ കൂലിയാണ് ചോദിക്കുന്നതെന്ന്. കാശ് തരുന്നവൻ പറയുന്ന ജോലി ചെയ്തിട്ടല്ലേ ശമ്പളം. ഓ, വലിയ കണക്ക് പറച്ചിലായിപ്പോയി. എന്നായിരിക്കും കാശ് തരുന്നവന്റെ ആവശ്യങ്ങൾ കഴിയുന്നേ? ആ അതെനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് പറയാൻ പറ്റും. രഹസ്യം പറയാൻ മണം പിടിച്ചു വന്ന കുടുംബത്തിനോട് എല്ലാം തുറന്ന് പറയാൻ എനിക്ക് ഇപ്പൊ തന്നെ പറ്റും. അത് വേണമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ചെയ്യാം. ചെന്ന് പറ. ഒരു വിവാഹ പന്തലി വെച്ച് നീയും നിന്റെ കൂട്ടുകാരികളും കൂടി ചേർന്ന് നടത്തിയ ഒരു ചതിയുടെ കഥ ഞാനും പറയാം അവരോട്. വരുൺ, വെറുതെ തമാശ കളിക്കല്ലേ? എന്നാ പിന്നെ വേണ്ട, അല്പം ഗൗരവത്തിലാവാം. എന്റെ അച്ഛന് അല്പം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കണിമംഗലം കുടുംബത്തിന് അല്പം അഭിമാന പ്രശ്നമുണ്ട്. അതിന്റെ പേരില് എന്നെ വെറും ഒരു മരപ്പാവയാക്കാൻ നീ ശ്രമിക്കരുത്. ഒരു 5 പൈസ പോലും തരാതെ നിന്നെ ഇറക്കി വിടാൻ എനിക്ക് സാധിക്കും. അത് നീ മനസ്സിലാക്കിക്കോ. മനസ്സിലായി. തന്റെ തനി സ്വഭാവം എനിക്ക് മനസ്സിലായി. ആണോ? പക്ഷേ തന്നെ ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആണോ? എന്തായാലും എന്നെ പിരിച്ചുവിടാൻ പോവല്ലേ? അപ്പൊ പിന്നെ ഇത് ഞാൻ ഇനി ചുമക്കേണ്ട കാര്യമില്ലല്ലോ. കണ്ടല്ലോ. ഇനി ആരുടെ മുന്നിലും നമ്മൾ ഒന്നല്ല, രണ്ടാ. എനിക്കിനി ആരുടെയും ആരോഗ്യവും അഭിമാനവും ഒന്നും നോക്കാനില്ല. പ്രിയങ്കയെ ചതിച്ച തിരിച്ചെന്ത് ചെയ്യണമെന്നും പ്രിയങ്കയ്ക്ക് അറിയാം. ഗൗതം, വരുണും പ്രിയങ്കയും തമ്മിലുള്ള വഴക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഇതിന് നല്ലൊരു അവസരം നമുക്കിനി വേറെ കിട്ടില്ല. എങ്ങനെ?